മോളെ ദാ വരുന്നു. നിലമോളെ. സാർ, ഈ സമയത്ത് എന്താ ഇവിടെ? അത് പിന്നെ അത് ഒന്നുമില്ല. വിജയ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി, അതാ വന്നത്. ഞാൻ ശരിക്കും എന്തിനാ ഇവിടേക്ക് വന്നെന്ന് വെച്ചാ, കടയിൽ വെച്ച് ഇയാളോട് അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ ആ ലാവണ്യം, പിന്നെ എപ്പോഴും അവരുടെ കൂടെ അവരുടെ കുറെ സിൽബന്ധികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അവരൊക്കെ ഉള്ളപ്പോ തന്നോട് അവിടെ വെച്ച് എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും? ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് നമ്മള് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ വരില്ലല്ലോ. നമ്മള് ഫോണിൽ എന്തെങ്കിലും പറയും, അത് കേൾക്കുന്നത് വേറെ പോലെ ആയിരിക്കും. അതുകൊണ്ടാ ഐ ടു ഐ കോണ്ടാക്ട്. എന്താണെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാനാ നേരം വൈകിട്ട് പോലും ഞാൻ വന്നത്. ഇങ്ങനെ രാത്രി വന്ന് സംസാരിക്കുന്ന അത്രയും അത്യാവശ്യമുള്ള കാര്യം എന്താ സാർ? എന്താന്ന് വെച്ചാ, മോളെ എനിക്ക് അമ്മയുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കണം. മോളൊന്ന് അകത്തേക്ക് പോയിക്കോളൂ. എന്റെ മോളില്ലാതെ എനിക്ക് ഒരു പേഴ്സണൽ ആവശ്യമില്ല സാർ. അവളെ ഇവിടെ തന്നെ ഇരുന്നോളും, പറഞ്ഞോളൂ. അല്ല വിജി, ഇത് നമ്മുടെ കടയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ലാവണ്യ എന്തിനാ വെറുതെ മോൾ ഇതൊക്കെ കേൾപ്പിക്കുന്നേ? വേഗം പോ മോളെ. മുഴുവൻ പുച്ഛം മാത്രമാണല്ലോ. ഒന്ന് വേഗം പറയാമോ, എന്താ കാര്യം? വിജയ്, ആ ലാവണ്യ വിജയ് ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. എന്റെ ദേഷ്യം തിളച്ചു മറിയാ. എന്ത് ചെയ്യാനാ, നമ്മുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി. ഞാനിരിക്കുന്ന എന്റെ പൊസിഷൻ, അതുകൊണ്ട് എന്റെ ദേഷ്യം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ, നമ്മുടെ കടയുടെ ഓണറില്ലേ, അയാൾക്ക് നമ്മളെല്ലാവരെക്കാളും ലാവണ്യോടാണ് കൂടുതൽ അടുപ്പം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ, അവരാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ആ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. അതുകൊണ്ട് ലാവണ്യ എന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസം അയാൾക്ക്. തന്നോട് പോലും ലാവണ്യയുടെ കീഴിൽ ജോലി ചെയ്യാനല്ല പറഞ്ഞത്. എനിക്കാണെങ്കിൽ വിജയെ കാണുമ്പോ പാവം തോന്നുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ ജോലി വിജയ് അങ്ങ് വിട്ടേക്ക്. നിക്ക് ദേഷ്യപ്പെടണ്ട, ഞാൻ മുഴുവൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ. എനിക്കറിയാവുന്ന വേറെ നല്ലൊരു കടയിൽ ഞാനൊരു ജോലി റെഡിയാക്കി തരാം. കാര്യം അവിടെ ശമ്പളം ഇത്തിരി കുറവായിരിക്കും, പക്ഷെ അവിടെ ലാവണ്യയെ പോലെയുള്ള ഒരു തൊന്തരവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. അക്കാര്യത്തില് വിജിക്ക് ഒരു പേടിയും വേണ്ട. ഞാനും ഇവിടുത്തെ ജോലി കളഞ്ഞ് ആ കടയിലേക്ക് വന്നേക്കാം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നല്ല സന്തോഷമായിട്ട് ജോലി ചെയ്താ പോരെ? ഞാനുണ്ട് വിജി, ഞാൻ നോക്കിക്കോളന്നേ. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്. താൻ എന്തിനെങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പെടുന്നത്? ഈ സന്തോഷ് മാധവൻ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചു ചുറ്റി പറയുന്നത് ഇഷ്ടമല്ല. ഇയാൾക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ? തനിക്ക് അതിന് മാത്രം പ്രായമായോ? ചെറുപ്പല്ലേ? കാണാനാണെങ്കിൽ നല്ല സുന്ദരിയാണ്, നല്ല ഐശ്വര്യമുള്ള നല്ല പെൺകുച്ച്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലേ ഒരു നിഷ്കളങ്കയായ നല്ലൊരു പെൺകുട്ടി. തന്റെ ഈ നല്ല മനസ്സിന് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചിലപ്പോ തന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അതും ഒരു വെള്ള ഷർട്ടും വെള്ള പാന്റും ഒക്കെ ഇട്ടിട്ട്. ചിലപ്പോ നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ല. സാർ, ഒരു മിനിറ്റ്. ആദ്യം ഇങ്ങനെ ആണുങ്ങളില്ലാത്ത വീട്ടില് രാത്രി വന്നു കയറുന്ന സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പോകുന്നൊക്കെ അയൽപ്പക്കത്തുള്ളവരൊക്കെ കണ്ട എന്നെ തെറ്റിദ്ധരിക്കല്ലേ ചെയ്യാ? ഒരു പെണ്ണിന് നിങ്ങൾ ഇങ്ങനെ ഒരു പേരാണോ കൊടുക്കേണ്ടത്? പറയൂ. നിങ്ങളുടെ വീട്ടിലെ ചേച്ചിയോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പേരാണോ നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കുക? പ്രിയ, എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? അമ്മ, അകത്തേക്കൊന്ന് നോക്കേ. ഇത് നോക്ക് സാർ, ഇത് ആദ്യം അവസാനം ആയിരിക്കട്ടെ. ഇനി ഒരിക്കലും നൈറ്റ് തനിയായിരിക്കുമ്പോ വീട്ടിൽ വരുമൊന്നും ചെയ്യരുത്.
നമ്മൾ ഒരു കടയിലാ ജോലി ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ, ആരെ കല്യാണം കഴിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് ഒരു അഡ്വൈസ് നിങ്ങളുടെ അടുത്തുനിന്ന് ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് ബുദ്ധിപൂർവ്വം പെരുമാറണം. അത് നിങ്ങൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. പോയിക്കോളൂ സാർ. അയ്യോ, നമ്മുടെ ആളിന്ന് കുറച്ച് ദേഷ്യത്തിലാണെന്നാണല്ലോ തോന്നുന്നത്. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഒരു സോറി പറഞ്ഞിട്ട് സ്കൂട്ടായേക്കാം. വിജി, എന്താ വിജി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എനിക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്നേഹം ഒന്നും എനിക്ക് ആവശ്യമില്ല. ആദ്യം ഇവിടെ നിന്ന് പുറപ്പെടും പ്ലീസ്. ശരി വിജി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചോളാം. ഇങ്ങനെ ഈ സമയത്ത് വരില്ല. എന്നാ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. പുറപ്പെടും. പിന്നെ വിജി, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ദേഷ്യത്തിനോട് സംസാരിക്കാതിരിക്കരുത്. തന്നോട് എനിക്ക് സ്നേഹത്തിന്റെ കൂടെ കുറച്ച് സഹതാപമുണ്ട്. താൻ സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു പുരുഷൻ ഈ ഞാൻ മാത്രം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങിക്കോളൂ. വിജി, കഴിച്ചിട്ട് കിടക്കണേ. അയ്യോ, എന്താ നമ്മുടെ അമ്മായിയമ്മ എന്താ ഇവിടെ? ആഹാ, അയ്യോ, ഇന്നിവിടെ വന്ന സമയം ഒട്ടും ശരിയായില്ലല്ലോ. നൈസായിട്ട് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോടാ അവിടുന്ന്. ഇനി ഈ ഭാഗത്തേക്ക് എങ്ങാനും വാ. ഇറങ്ങി നടക്കുന്ന നായ്ക്കള്. പെണ്ണുങ്ങള് തനിച്ച് താമസിക്കുന്ന വീട് നോക്കി അകത്ത് കിടക്കാനുള്ള തന്ത്രവും കൊണ്ട് ആദ്യം ഇവളെ പറയണ്ടേ. വാ. പ്രിയ, ഇങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവളോട് വീണ്ടും കല്യാണം കഴിക്കാൻ പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ഇവളുടെ കടയിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരുത്തൻ രാത്രിയാവുമ്പോ വീട്ടിൽ വന്ന് ഇവളോട് സംസാരിക്കുക. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഈ സമയത്ത് ഇവളോട് വന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഇവനെ പോലുള്ളവനൊക്കെ ചെറുവെടുത്ത് രണ്ടെണ്ണം തലക്കിട്ട് കൊടുക്കാതെ അവൻ പറയുന്നതും കേട്ടോണ്ട് നിൽക്കുക. ഈ വീട്ടിൽ തുണയായിട്ട് ആണൊരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ട ഇവന്മാരൊക്കെ വീട്ടിൽ കയറി വരുമോ?